എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ HSA ഫിസിക്കൽ സയൻസിന്റെ ടോപ്പിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ചലനമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ടൈം ടേബിൾ ഇട്ടതിൽ എല്ലാവരും അതിനനുസരിച്ച് പഠിച്ചു പോകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ടൈം ടേബിൾ പ്രകാരം ഇന്ന് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ, തെർമോഡൈനാമിക്സ് ഒക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നലെ പഠിക്കേണ്ട ടോപ്പിക്കിൽ ഞാൻ ടൈം ടേബിൾ ഇട്ട സമയത്ത് ഒരു ടോപ്പിക് എക്സ്ട്രാ വന്നിട്ടുണ്ടാവും, ഗ്രാവിറ്റേഷൻ. നമുക്ക് പഠിക്കാനില്ല. ഗ്രാവിറ്റേഷൻ നിങ്ങൾ ഇനി അറിയാണ്ട് പഠിച്ചു പോകേണ്ട, കാരണം നമ്മുടെ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ അതില്ലല്ലോ. പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അത് എടുത്ത് മാറ്റിയിട്ടുള്ളത് കൊണ്ട് അത് ആവശ്യമില്ല, സിലബസിൽ ഇല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ഇടയിലൂടെയൊക്കെ വരുന്നത് കൊണ്ട് അത് ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്യാനുള്ള സംഗതികളേ ഉള്ളൂ. അല്ലാണ്ട് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് ഗ്രാവിറ്റേഷൻ പഠിക്കണമെന്നില്ല കേട്ടോ. അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ എല്ലാവരും തെർമോഡൈനാമിക്സ് ഒക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ മൺഡേ എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ ഡേ ആണ്. മൺഡേ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും, ഹീറ്റ് ട്രാൻസ്ഫർ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മോഷൻ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ചലനം, മോഷൻ എന്ന പാഠഭാഗത്തുള്ള തുടർന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് 2 ക്ലാസ്സും കൂടെ മതിയായിരിക്കും. 2 വീഡിയോസ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചലനത്തിലുള്ള ഏകദേശം എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സൺഡേക്കുള്ളിൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ വരെയുള്ള പോർഷൻസും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് റിവിഷൻ അല്ലെങ്കിൽ ഒരു ബ്രഷ് അപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് വൈകുന്നത്. അപ്പൊ പെട്ടെന്ന് ഈ വീഡിയോസ് കാണുക. ഇനി വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ അവർക്കും ഇതൊരു ഉപകാരമായിരിക്കും, കാരണം മറന്നു പോയിട്ടുണ്ടാവും കാര്യങ്ങൾ. അപ്പൊ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ നമ്മൾ എന്തായാലും സൺഡേക്കുള്ളിൽ ഹീറ്റ് ട്രാൻസ്ഫർ വരെയുള്ള വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. മൺഡേ എന്ത് തന്നെയായാലും 100% നമ്മൾ റിവിഷൻ ഡേ ആണ്. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്നത് നിർബാധ പതനത്തിലുള്ള ഒരു വസ്തുവിന്റെ ചലനമാണ്. അതായത് മോഷൻ ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡിയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഭൂമിയുടെ ഉപരിതലത്തിനടുത്ത് നിന്ന് വിട്ടയക്കുന്ന ഏതൊരു വസ്തുവിനും ഗുരുത്വാകർഷണ ബലത്തിനാൽ താഴേക്ക് ത്വരണം ഉണ്ടാകുന്നു. അതായത് നമ്മൾ മേലോട്ടൊരു ബോൾ എറിഞ്ഞ്, ഇവിടെ ഇപ്പം തെങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുന്ന തേങ്ങയുടെ കേസ് പറയുന്നുണ്ട്. തേങ്ങ താഴോട്ടാണ് വീഴുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് താഴോട്ട് വീഴുന്നത്? പണ്ട് നമ്മളെ ന്യൂട്ടൺ ആപ്പിൾ വീണപ്പോൾ ചിന്തിച്ച അതേ കാര്യം തന്നെ. എന്തുകൊണ്ട് താഴോട്ട് വീഴുന്നു? അവിടെ ഒരു ഭൂഗുരുത്വ ബലം ഉണ്ടാക്കുന്ന എന്തുണ്ട്? ഒരു ഫോഴ്സ് ഉണ്ട്. അത് ഈ തേങ്ങനെ താഴോട്ട് വലിക്കുന്നുണ്ട്. അതായത് തെങ്ങിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് തേങ്ങ റെസ്റ്റിലാണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ താഴോട്ട് വരുമ്പോൾ വെലോസിറ്റി കൂടുന്നുണ്ട് അല്ലേ? അപ്പൊ വെലോസിറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഈ വെലോസിറ്റിയിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്. ഈ ത്വരണം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ടാണ്, ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ ഭൂഗുരുത്വം മൂലമുള്ള ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഭൂഗുരുത്വ ത്വരണത്തിന്റെ പരിമാണം G എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. വായുവിന്റെ ഘർഷണം അവഗണിച്ചാൽ ആ വസ്തു നിർബാധ പതനത്തിലാണെന്ന് പറയാം. അതായത് നമ്മളിപ്പോ ഒരു ബോൾ മേളിലോട്ടിടുന്ന സമയത്ത് ആ ബോള് എന്താണ്, അവിടെ എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ആ ബോൾ താഴോട്ട് തന്നെ വരൂല്ലേ? അപ്പൊ ആ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളെയാണ്, തേങ്ങിനെ പോലെയും അതേപോലെ നമ്മുടെ ബോളിനെ പോലെയുള്ള വസ്തുക്കളെ നമുക്ക് എന്ത് പറയാം? ആ വസ്തുക്കൾ നിർബാധ പതനത്തിലാണ്, അല്ലെങ്കിൽ അതൊരു ഫ്രീലി ഫോളിംഗ് ബോഡി ആണെന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടെ പറയുന്നത്. ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് G കോൺസ്റ്റന്റ് ആയി എന്നുള്ള കാര്യം നമുക്ക് മുന്നോട്ട് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. വസ്തു വീഴുന്ന പൊക്കം ഭൂമിയുടെ ആരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതായാൽ G യെ സ്ഥിരമായി എടുക്കാൻ കഴിയും. G എന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഈ സ്ഥലത്താണ് നമുക്ക് കുറച്ച് ഗ്രാവിറ്റേഷന്റെ ആപ്ലിക്കേഷൻ ഒക്കെ വേണ്ടത്. ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന പോർഷനിൽ പണ്ട് നമ്മൾ ഇത് +2 സിലബസിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ജിയുടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷന്റെ ഇക്വേഷനിൽ നിന്ന് Gm/r² എന്ന് കിട്ടുന്ന ഒരു സംഭവമാണിത്. G = Gm/r². അതായത് G = Gm/r² എന്നുള്ള സ്ഥലത്ത് G എന്ന് പറയുന്നത്, ഇതിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട, ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ആ ഒരു കോൺസെപ്റ്റ് പിടികിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാണ്. G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. M മാസ് ഓഫ് എർത്ത് ആണ്. R ഡിസ്റ്റൻസ് ഫ്രം എർത്ത് സെന്റർ ആണ്. ഡിസ്റ്റൻസ് ഫ്രം എർത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ
ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് ഏകദേശം 6371 കിലോമീറ്റർ ആണ്. നമ്മുടെ ബോള് വീഴുന്ന ഹൈറ്റ് നമ്മൾ ഒരു ഫ്യൂ മീറ്റേഴ്സ് ടു കിലോമീറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ഈ ഭൂമിയുടെ റേഡിയസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ജീന്റെ ഇക്വേഷനിൽ gm/r² എന്നുള്ള സ്ഥലത്ത് ഈ r, അതായത് കേന്ദ്രത്തിൽ നിന്ന് ഈ വസ്തുവിലേക്കുള്ള ദൂരം കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. റേഡിയസ് ഇട്ടിട്ട് കൊടുക്കുന്ന വ്യത്യാസം തന്നെയാണ് അതേ തന്നെയാണ് ജിക്ക് കിട്ടുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് എർത്ത് സെന്ററിൽ r എന്ന് പറയുന്നത് ഭൂമിയുടെ ആരാണ്, അതായത് കേന്ദ്രത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ആരാണ്. എർത്തിന്റെ സർഫസിൽ, ഭൂമിയുടെ പ്രതലത്തിന് മുകളിൽ, ഉപരിതലത്തിൽ, ഭൂമിയുടെ പ്രതലത്തില് r എന്ന് പറയുന്നത്, അതായത് ഭൂകേന്ദ്രത്തിൽ നിന്നും ഒരു വസ്തു ഭൂമിയുടെ പ്രതലത്തിലാണെങ്കിൽ അവിടെ ഈ r എന്ന് പറയുന്നത് എന്താണ്, ഭൂമിയുടെ റേഡിയസ് തന്നെയാണ്. ആ റേഡിയസ് നമ്മൾ ഈ ഇക്വേഷനിൽ ഇടുമ്പോൾ കിട്ടുന്ന ജിയുടെ വാല്യൂ ആണ് എന്ത്, ജിയുടെ വാല്യൂ ആണ് 9.8 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇടുന്നത് ഇനി ആ ഒരു റേഡിയസ് പ്ലസ് ഒരു ചെറിയ ഫ്യൂ കിലോമീറ്റേഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും ഉണ്ടാവാൻ പോണില്ല. അവിടെ 9.796 എന്നുള്ള ഒരു ചെറിയ വ്യത്യാസം വരും. അത് ഫലത്തിൽ എന്താണ് 9.796 എന്ന് പറയുന്നത് 9.8ന് ഏകദേശം എന്താണ്, തുല്യമാണ് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. എന്ത്? വസ്തു വീഴുന്ന പൊക്കം ഭൂമിയുടെ ആരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതായതിനാൽ ജിയെ സ്ഥിരമായി എടുക്കാൻ കഴിയും. അതായത് നമ്മുടെ ഒരു കോൺസെപ്റ്റിനനുസരിച്ച് എത്ര ഹൈറ്റിൽ പോയാലും ഏകദേശം അത് എന്തായാലും ഭൂമിയുടെ ആരത്തിനെക്കാട്ടിലും കൂടുതലാവാൻ പോകുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ എന്ത് സംഭവിക്കും? ആ ഡിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആയതിനാൽ നമുക്ക് എപ്പോഴും ജിയെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും? കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത്, മുകളിലേക്കുള്ള ദിശ പോസിറ്റീവായി തിരഞ്ഞെടുത്തത് കൊണ്ട് ചലനം y ദിശയിൽ അഥവാ കൂടുതൽ ശരിയായി നെഗറ്റീവ് y ദിശയിലായിരിക്കും. അതായത് നമ്മൾ മുകളിലോട്ടുള്ള ചലനം എപ്പോഴും y ആക്സിസിലാണ് പറയുക. അപ്പൊ താഴോട്ട് ബോൾ വന്നാൽ എന്തായാലും അത് നെഗറ്റീവ് y ആക്സിസിലായിരിക്കും അല്ലെ. ഇനി ഭൂഗുരുത്വ ത്വരണം എപ്പോഴും താഴോട്ടായിരിക്കും, അത് ഒരിക്കലും മേലോട്ട് പോകുന്നില്ല. എപ്പോഴും ഒരു ബോഡിനെ എപ്പോഴും ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത് താഴോട്ട് വീഴാനുള്ള ടെൻഡൻസി ആയിരിക്കും. ഭൂമി എപ്പോഴും പിടിച്ച് വലിക്കുകയാണ് ചെയ്യുക. അപ്പം എപ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പം എയിനെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും? -9.8 m/s² ആയിട്ട് എടുക്കാൻ വേണ്ടി കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ, അതായത് ഭൂഗുരുത്വം മൂലം ഉണ്ടാകുന്ന ത്വരണം കാരണം താഴോട്ട് വീഴുന്ന നിർബാധം പതിക്കുന്ന വസ്തുവിന്റെ ചലന സമവാക്യങ്ങൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഫസ്റ്റത്തെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. v is equal to u plus at ആണ്. v is equal to u plus at യിൽ ഇവിടെ എന്താണ് u എന്ന് പറയുന്നത്, ഫസ്റ്റ് ബോഡി എന്ന് പറയുന്നത് മേലെയുള്ളപ്പം അവിടെയുള്ള വെലോസിറ്റി 0 ആണ്, റെസ്റ്റിലാണ്. അപ്പോൾ u 0 ആക്കി എടുത്താൽ a എന്ന് പറയുന്നത് മൈനസ് ജിയും കൊടുത്തു കഴിഞ്ഞാൽ v is equal to -9.8 t meter per second എന്ന് കിട്ടും. അടുത്ത ഇക്വേഷൻ നമ്മുടെ s is equal to ut plus half at² നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ut 0 ആയി പോവും. a എന്ന് പറയുന്നത് മൈനസ് ജി ആയിരിക്കും. അതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ -12 gt² എന്ന് പറയുന്നത് -4.9 t² മീറ്റർ ആണ്. ഇനി v² is equal to u² plus 2as എന്നുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ജിയുടെ വാല്യൂ എന്താവും? മൈനസ് ആയതുകൊണ്ട് -2gy എന്ന് കിട്ടും. അത് -19.6 y/m²s² എന്നിങ്ങനെ മാറും. ഇനി ഈ സമവാക്യങ്ങൾ പ്രവേഗവും സമയത്തിനനുസൃതമായി വസ്തു സഞ്ചരിച്ച ദൂരവും നൽകുന്നു. ത്വരണം, പ്രവേഗം, ദൂരം, സമയം എന്നിവയുടെ വ്യതിയാനവും സമയവുമായുള്ള ഗ്രാഫുകൾ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 11th ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ആക്സിലറേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ആണ് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ. അവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ക്വാഡ്രന്റിലെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള, എക്സ് ആക്സിസിന് സമാന്തരമായിട്ടുള്ള ഒരു രേഖയായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ അത് ഈ പറഞ്ഞതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതും നെഗറ്റീവ് ക്വാഡ്രന്റിലായിരിക്കും. എല്ലാ വാല്യൂസും നെഗറ്റീവ് വരുന്നത് കൊണ്ട് നെഗറ്റീവ് ക്വാഡ്രന്റിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസിൽ നമ്മൾ
വാല്യൂസ് ഇടുമ്പോഴാണ് കേട്ടോ ഈ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് വെറുതെ എടുത്ത് വരയ്ക്കുന്നൊന്നുമല്ല. ആ ഇക്വേഷൻസ് നമ്മൾ ഓരോ സെക്കൻഡിലും ഉള്ള വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഇക്വേഷൻസ് വഴി കിട്ടുന്ന ആൻസർ ആണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് നമുക്ക് കിട്ടും. അടുത്തത് ഒരു പാരാബോളയാണ്. അതെന്തിന്റെ ഗ്രാഫാണ്? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. അതൊരു പാരാബോള ആയിരിക്കും. അതിന്റെ വാല്യൂസ് നമ്മൾ ആ ഇക്വേഷൻ എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഗ്രാഫാണ്. വെറുതെ കയ്യിൽ നിന്ന് എടുത്ത് വരയ്ക്കുന്നൊന്നുമല്ല. അങ്ങനെ ആർക്കൂട്ട് വരയ്ക്കാനും പറ്റുന്നില്ല. ഇതൊക്കെ എക്സ്പെരിമെന്റ്സിന്റെ റിസൾട്ടിൽ നിന്ന് കിട്ടുന്ന ഗ്രാഫാണെന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. അപ്പം ഈ ഗ്രാഫുകൾ ഇങ്ങനെയാണ്, ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗലീലിയോയുടെ ഒറ്റസംഖ്യാ നിയമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഗലീലിയോയുടെ ഓഡ് നമ്പർ റൂൾ. ഇത് പറയുന്നതിന് മുന്നേ നമ്മൾ അരിസ്റ്റോട്ടിലിനെ പറ്റി പറയണം. കാരണം അരിസ്റ്റോട്ടിൽ പണ്ട് പറഞ്ഞിരുന്നു, അരിസ്റ്റോട്ടിൽ ഫാലസി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതായത് രണ്ട് വസ്തുക്കൾ ഒരേ സമയം താഴോട്ട് വരികയാണെങ്കിൽ, അതിൽ ഒരു വസ്തുവിന്റെ ഭാരം കൂടുതലും ഒരു വസ്തുവിന്റെ ഭാരം കുറവുമാണെങ്കിൽ ഭാരം കൂടുതലുള്ള വസ്തു ആദ്യം താഴെ എത്തുന്നതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അതിന്റെ കാരണമായിട്ട് അയാൾ പറഞ്ഞിരുന്നത്, ഈ ഭാരം കൂടുതലുള്ള വസ്തുവിനെ ആകർഷിക്കാൻ കോസ്മോസ് ഒരു പ്രത്യേക ഫോഴ്സ് കൊടുക്കുമെന്നൊക്കെയാണ്. ഇതിനൊരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് ശരിയായിട്ട് എടുക്കാം. പക്ഷെ ഇതിനൊരു സയന്റിഫിക് ഒരു എന്താണ് ബാക്കപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറി തെറ്റാണെന്ന് ഗലീലിയോ പ്രൂവ് ചെയ്യാണ് ഉണ്ടായത്. ഗലീലിയോ എന്ത് ചെയ്തു? ഗലീലിയോ പിസാ ഗോപുരത്തിന്റെ മുകളിൽ പോയിട്ട് എന്ത് ചെയ്തു? രണ്ട് വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ താഴോട്ട് ഇട്ട സമയത്ത് രണ്ടും ഒരേ സമയത്ത് വീണു എന്നുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ഗലീലിയോ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് കൂടെ ചെയ്തിരുന്നു. ആ എക്സ്പെരിമെന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യ ഭാഗത്ത് എവിടെയോ പറയുന്നുണ്ട്. ആ എക്സ്പെരിമെന്റ് ഇങ്ങനെയായിരുന്നു. അതായത് അദ്ദേഹം ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ബോർഡ് പോലത്തെ ഒരു വസ്തു ഉരുട്ടി വിട്ട സമയത്ത് അത് ആദ്യത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എന്ന് ആദ്യ സെക്കൻഡിൽ എടുത്ത സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഇപ്പം 1 മീറ്റർ ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ അത് സഞ്ചരിക്കുന്നത് 3 മീറ്റർ ആയിരിക്കും. അതിനടുത്ത സെക്കൻഡിൽ അത് സഞ്ചരിക്കുന്നത് 5 മീറ്റർ ആയിരിക്കും. അതായത് അങ്ങനെ ഒരു പാറ്റേൺ ഇതിൽ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി സാധിച്ചു. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിലും അത് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത ഒരു സമയത്തും റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത സമയത്തും ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിലും ഇങ്ങനെ തന്നെയായിരിക്കും. ആദ്യ സെക്കൻഡിൽ അത് 1 മീറ്റർ സഞ്ചരിച്ചാൽ അടുത്ത സെക്കൻഡിൽ അത് 3 മീറ്റർ സഞ്ചരിക്കും. അടുത്ത സെക്കൻഡിൽ അത് 5 മീറ്റർ സഞ്ചരിക്കും. ഇതിനെയാണ് നമ്മൾ ഗലീലിയോയുടെ എന്ത് പറയുന്നത്? ഗലീലിയോയുടെ ഓഡ് നമ്പർ റൂൾ അല്ലെങ്കിൽ ഒറ്റ സംഖ്യാ നിയമം എന്ന് പറയുന്നത്. ഇത് തെളിയിക്കാനുള്ള ഒരു പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, തെളിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, നമുക്ക് സ്വതന്ത്ര വീഴ്ചയിലുള്ള ഒരു വസ്തുവിന്റെ ചലനത്തിന്റെ സമയ ഇടവേളയെ ധാരാളം തുല്യ ഇടവേളകൾ t ആയി വിഭജിക്കുകയും തുടർച്ചയായ ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യാം. പ്രാരംഭ വേഗം 0 ആയതുകൊണ്ട് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. s is equal to -12 gt² പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ വ്യത്യസ്ത സമയ ഇടവേളകളെ നമ്മൾ 0, t, 2t, 3t അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് y, അതായത് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നത് നമുക്ക് 1:3:5:7:9:11 എന്നുള്ള വാല്യൂവിലായിരിക്കും. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ വാല്യൂസ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, ഇത്രയും ഓർത്താൽ മതി. ആ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഗലീലിയോ ആണ് ഈ പഠനങ്ങൾ ആദ്യമായിട്ട് നടത്തിയത്. നമ്മുടെ പെഡഗോജിന്റെ ഭാഗത്ത് ഒരു പക്ഷേ സയന്റിസ്റ്റിനെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഗലീലിയോനെ പറ്റിയും ഐസക് ന്യൂട്ടനെ പറ്റിയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി വെക്കുക. ഇനി വാഹനങ്ങളുടെ വിരാമ ദൂരങ്ങൾ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൂടെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ഡ്രൈവർ ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഇനി ഈ പറയുന്ന കോൺസെപ്റ്റുകൾക്ക് നമ്മൾ ഒരു ഡ്രൈവറുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന്, ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് വേണം ചിന്തിക്കാൻ. ഇല്ലെങ്കിൽ നമുക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന്റെ സഞ്ചാരം നിലയ്ക്കുന്നതിന് തൊട്ട് മുൻപ് സഞ്ചരിക്കുന്ന ദൂരത്തെ വിരാമ ദൂരം എന്ന് പറയുന്നു. അതായത് നമ്മൾ ബ്രേക്ക് ചവിട്ടി അപ്പൊ തന്നെ വണ്ടി നിൽക്കുവോ? ഇല്ല. വണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് പോയതിന് ശേഷമേ നിൽക്കുകയുള്ളൂ. ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ കുറച്ചുകൂടി മുന്നോട്ട് പോയ ദൂരം, അതിനെയാണ് നമ്മൾ വിരാമ ദൂരം അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് റോഡ് സുരക്ഷയുടെ ഒരു പ്രധാന ഘടകമാണ്. നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഈ വിരാമ ദൂരം കാരണം പല അപകടങ്ങളും സംഭവിച്ചേക്കാം.
ഇത് ആദ്യ പ്രവേഗത്തെയോ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവിനെയോ അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന മന്ദനത്തെയോ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഈ വണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവേഗത്തിനെ, അല്ലെങ്കിൽ ഇത് സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയാണെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാൽ അത് കുറച്ചധികം ദൂരം മുന്നോട്ട് പോയിട്ടാണ് അത് നിൽക്കുക. അപ്പോൾ ആ ഒരു പ്രവേഗത്തിനെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഡ്രൈവറിന്റെ കപ്പാസിറ്റി, ബ്രേക്ക് ചെയ്യാനുള്ള കഴിവ്. ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവർക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഒരു മുന്നിൽ ഒരു തടസ്സം കാണുന്ന സമയത്ത് അദ്ദേഹം വളരെ ഒന്ന് സ്പീഡൊക്കെ ഒന്ന് കുറച്ച് എന്താ ചെയ്യാ, ഗിയർ ഒക്കെ ഒന്ന് താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും അയാൾ വണ്ടി നിർത്തുന്നുണ്ടാവുക, സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവർ ആണെങ്കിൽ. അപ്പൊ ആ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവിനെ, അതേപോലെ ഈ വാഹനത്തിന്റെ ഇതുകൊണ്ട്, ഈ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു മന്ദനത്തിനെ, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സമവാക്യം രൂപീകരിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് എന്ന് പറയുന്നത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ds ഈക്വൽ ടു നമ്മുടെ എന്താണ്, v സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു u സ്ക്വയർഡ് പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മൾ ആ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. അവിടെ u എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുക. അപ്പോൾ v സ്ക്വയർഡ് എന്ന് പറയുന്നത് ആണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന വേഗത അല്ലെ. വാഹനം എന്ത് ചെയ്യുന്നു, വാഹനം തുടങ്ങിയിട്ട്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങുമ്പം അതിന്റെ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 ആണ്. അത് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. ഇനി v സ്ക്വയർഡ് പ്ലസ് 2as ആണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യാം, 0 ആയിട്ട് എടുക്കുന്ന സമയത്ത് v സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു -2as നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് s ആണ്. s കണ്ടുപിടിക്കുക, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് -v0 സ്ക്വയർഡ് പ്ലസ് ബൈ 2a, -v0 സ്ക്വയർഡ് ബൈ 2a എന്ന് കിട്ടും. അതായത് ഇവിടെ എഴുതി കാണിക്കാൻ ഞാൻ. അതായത് നമ്മുടെ ഇക്വേഷൻ എന്താണ്, v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as ആണല്ലോ. ഇവിടെ ഈ u സ്ക്വയർ എന്ന് പറയുന്നത് 0 ആവും. അപ്പൊ v സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as ആവും, ആണല്ലോ. 2as കേട്ടോ, v സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as ആവും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് s ആണ്. അപ്പം v സ്ക്വയർഡ് മൈനസ് 2as ഈക്വൽ ടു എന്ത് കിട്ടും, നമുക്ക് 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് s ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, v സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 2as എന്ന് കിട്ടിയെടുത്തുനിന്ന് v സ്ക്വയർഡ് ബൈ 2a എന്നുള്ള ഒരു ഇതിലേക്ക് വരും. മൈനസ്, അവിടെ ഒരു മൈനസ് ഉണ്ടാവും. കാരണം എന്താണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നത് എന്താണ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതായത് v സ്ക്വയർഡ് പ്ലസ് 2x ആണല്ലോ. അപ്പൊ v0 ആകുമ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എപ്പോഴും -v0 സ്ക്വയർഡ് ബൈ 2a എന്നുള്ള ഇക്വേഷനിലേക്ക് വരും. ഇത് തന്നെ നമ്മൾ ചെയ്ത സംഭവം തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് വരും കേട്ടോ. u സ്ക്വയർഡ് 0 ആണ്. അപ്പം v സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും, s കണ്ടുപിടിക്കാൻ വേണ്ടി v സ്ക്വയർഡ് ബൈ 2a അപ്പം ഈ പ്ലസ് ഇപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് മൈനസ് ആവും. അപ്പൊ -2a എന്ന് വരും. അപ്പൊ v സ്ക്വയർഡ് ബൈ -v2/2a ഈക്വൽ ടു s എന്നുള്ള ഒരു ഇതിലേക്ക് വരും. അപ്പൊ അത് ആലോചിച്ചാൽ മതി, വേറൊന്നുമില്ല. അതിൽ കാര്യമായിട്ടൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി റിയാക്ഷൻ ടൈം അല്ലെങ്കിൽ പ്രതികരണ സമയം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതായത് പെട്ടെന്നുള്ള പ്രതികരണം ആവശ്യമായി വരുന്ന ചില സാഹചര്യങ്ങളിൽ നാം പ്രതികരിക്കാൻ അല്പം സമയം എടുക്കാറുണ്ട്. അതായത് ഇപ്പൊ ബ്രേക്ക് ചവിട്ടാൻ മുമ്പിൽ ഒരു സംഗതി ഉണ്ടെങ്കിൽ, ഇപ്പൊ ഡ്രൈവിംഗ് ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, ഡ്രൈവിങ്ങിന്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് കുറച്ച് സമയം വേണ്ടി വരും അല്ലെ. അപ്പോൾ നിരീക്ഷിക്കാനും ചിന്തിക്കാനും പിന്നീട് പ്രവർത്തിക്കാനും എടുക്കുന്ന സമയമാണ് പ്രതികരണ സമയം അല്ലെങ്കിൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഉദാഹരണമായി, ഒരാൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു കുട്ടിയെ പെട്ടെന്ന് റോഡിൽ കാണുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അയാൾ ശക്തമായി ബ്രേക്ക് പ്രയോഗിക്കുന്നതിന് മുമ്പ് എടുത്ത സമയമാണ് പ്രതികരണ സമയം എന്ന് പറയുന്നത്. അപ്പൊ എന്തുണ്ട്,
ഇയാൾ ബ്രേക്ക് ചവിട്ടുന്നതിന് മുന്നേ ഇയാളൊരു മിനിറ്റ് തിങ്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്, ഇയാൾ ചിന്തിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഈ ചിന്തിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? സമയം ഇൻറ്റു ആ ഒരു സമയത്ത് വണ്ടി സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ആണ് എന്ത് എന്ന് പറയുന്നത്? തിങ്കിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇയാൾ ചിന്തിക്കാൻ കുറച്ച് സമയം എടുത്തു, ബ്രേക്ക് ചവിട്ടുന്നതിന് മുന്നേ ചിന്തിക്കാൻ കുറച്ച് സമയം എടുത്തു, ആ ഒരു സമയത്ത് വണ്ടി കുറച്ച് സഞ്ചരിച്ചു, അതിനെ നമ്മൾ തിങ്കിങ് ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പം ഇത് തമ്മിൽ എന്ത് ചെയ്താല് അല്ല ക്ഷമിക്കണം, ഈ സമയത്ത് എന്ത് ചെയ്തു, വണ്ടി കുറച്ച് ദൂരം പോയിട്ടുണ്ട്, അതിനെ നമ്മൾ തിങ്കിങ് ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ ഈ തിങ്കിങ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ വണ്ടീന്റെ ഈ ഒരു വെലോസിറ്റീനെ, വണ്ടി ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെലോസിറ്റീനെ നമ്മൾ തിങ്കിങ് ടൈം, നമ്മൾ എത്ര നേരം ചിന്തിച്ചു എന്നുള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ തിങ്കിങ് ഡിസ്റ്റൻസ് കിട്ടും. അപ്പം ആക്ച്വലി നമ്മുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ വിരാമ ദൂരം എന്ന് പറയുന്നത് നമ്മൾ ഈ ചിന്തിക്കാൻ എടുക്കുന്ന സമയം പ്ലസ് നമ്മുടെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് പോകുന്ന ദൂരമാണ് ആക്ച്വലി നമ്മുടെ വണ്ടി നിർത്താനുള്ള സമയം എന്ന് പറയുന്നത്. അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, വിരാമ ദൂരം എന്ന് പറയുന്നത് തിങ്കിങ് ഡിസ്റ്റൻസ്, അതായത് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂരം പ്ലസ് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ദൂരമാണ്. തിങ്കിങ് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? റിയാക്ഷൻ ടൈമിനെ നമ്മൾ വേഗത കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ബ്രേക്ക് ചവിട്ടാൻ എടുക്കുന്ന സമയം ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അതിനാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇത് സെപ്പറേറ്റ് തരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടത്, അല്ലാത്ത സമയത്ത് നമ്മൾ ഈ പറഞ്ഞ -v²/2a എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പം ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് തിങ്കിങ് ഡിസ്റ്റൻസ് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, -v²/2a എന്നുള്ളത്. കാരണം ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ തിങ്കിങ് ഡിസ്റ്റൻസിന്റെയും കൂടെ കാര്യം, റിയാക്ഷൻ ടൈം എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഈ തിങ്കിങ് ഡിസ്റ്റൻസ് വന്നത്. റിയാക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ റിയാക്ഷൻ എടുക്കാനുള്ള സമയം ഇൻറ്റു ആ വാഹനത്തിന്റെ വേഗതയാണ് തിങ്കിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്നൊരു സംഭവമാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ എല്ലാവരും പഠനം തുടരുക. നമ്മളെ മൺഡേ, നമ്മൾ തിങ്കളാഴ്ച റിവിഷൻ ഉണ്ടാവും. അതിന് മുന്നേ എല്ലാവരും പറഞ്ഞ ടോപ്പിക്സ്, ടൈം ടേബിളിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് തീർക്കാൻ വേണ്ടി നിങ്ങളുടേതായ രീതിയിൽ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോസ് ഇടുന്നതായിരിക്കും, അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോസും കണ്ടു പോകുക. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് നിങ്ങൾക്ക് വീഡിയോസ് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ ടൈം പോകില്ല, അതിനനുസരിച്ച് മാനേജ് ചെയ്ത് നിങ്ങൾക്ക് പോകുമോ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ ഒന്ന് റിവൈസ് ചെയ്തേക്കാം എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവുകയും അങ്ങനെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും പറ്റും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം വേറെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതേപോലെ HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലൈക്കുകൾ തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ ഞാൻ മുന്നുള്ള വീഡിയോസിലും പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും ഇതിന്റെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. യെസ് എന്നുള്ള കമന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മെയിൽ ID കമന്റ് ചെയ്താൽ ഐ വിൽ സെൻഡ് നോട്ട്സ്. ആ മെയിൽ ID-യിലേക്ക് ഞാൻ നോട്ട്സ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.